വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്കുരൽ. ഇനി നമുക്ക് ഈ ഒരു പ്രോജക്റ്റിൽ നമുക്ക് ആവശ്യമുള്ള ഫോൾഡേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് വേണ്ട ഫോൾഡേഴ്സ് എന്ന് പറയുന്നത്, നമുക്ക് ആദ്യം നമ്മൾ ടെംപ്ലേറ്റ്, നമ്മളെ ഫ്രണ്ട് എൻഡ് ഉണ്ടല്ലോ, ഫ്രണ്ട് എൻഡിലുള്ള HTML കോഡ് ഒക്കെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വ്യൂസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കാം. എക്സ്പെൻസ് ട്രാക്കർ ആപ്പിൽ വന്നിട്ട് മെയിൻ ഇവിടെ ഒരു ഫോൾഡർ ക്ലിക്ക് ചെയ്തിട്ട് വ്യൂസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കി. പിന്നെ നമുക്ക് വേണ്ടത്, നമ്മൾക്ക് വാലിഡേഷൻ ചെയ്യണം. അതായത് നമ്മൾ ഫ്രണ്ട് എൻഡിലും വാലിഡേഷൻ ചെയ്യണം, ബാക്ക് എൻഡിലും വാലിഡേഷൻ ചെയ്യണം. മറക്കരുത്, എപ്പോഴും ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് രണ്ട് സൈഡിലും വാലിഡേഷൻ ചെയ്യണം. അപ്പൊ വാലിഡേഷന്റെ കോഡുകളൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വാലിഡേഷൻസ് അല്ലെങ്കിൽ വാലിഡേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡർ ഉണ്ടാക്കാം. വാലിഡേറ്റേഴ്സ് അതായിരിക്കും ബെറ്റർ നെയിം. ഇവിടെ ശ്രദ്ധിക്കാം, വാലിഡേറ്റേഴ്സ്. ഇപ്പൊ ഞാൻ ഈ ഫോൾഡർ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ വ്യൂസിന്റെ ഉള്ളിലായി പോയി അബദ്ധത്തിൽ. അപ്പൊ അത് നിങ്ങൾക്കും അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരും, അത് ശ്രദ്ധിച്ചാൽ മതി. മൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രണ്ടിലേക്ക് ഇടണം. പിന്നെ സെലക്ട് ചെയ്ത് മൂവ് ചെയ്താൽ മതി. ഒരേ ലെവലിൽ നിങ്ങൾക്ക് കാണണം. ആ ഒരു ഫോൾഡർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ പറ്റണം. അപ്പോഴാണ് ഒരേ ലെവലാണെന്നുള്ള മനസ്സിലാവുക. അപ്പോൾ വ്യൂസ് എന്ന് പറഞ്ഞ ഫോൾഡർ വന്നു. ഇനി ഇവിടെ ജസ്റ്റ് ഔട്ട്സൈഡ് ക്ലിക്ക് ചെയ്യാം, അപ്പോൾ സെലക്ഷൻസ് ഒക്കെ പോകും. ഔട്ട്സൈഡ് ക്ലിക്ക് ചെയ്തിട്ട് വാലിഡേറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഡാറ്റാബേസിന് നമുക്ക് ഓരോ ടേബിൾസ് യൂസ് ചെയ്യല്ലോ. ഓരോ ടേബിൾസിന് നമ്മൾ സ്കീമ ഫയൽസ് ഉണ്ടാക്കണം. അതായത് ഓരോ ഡാറ്റാബേസിന്റെ ടേബിളിലും ഇന്നതാണ് ടേബിളിന്റെ നെയിം അല്ലെങ്കിൽ ഡോക്യുമെന്റ് എന്ന് പറയുമ്പോൾ MongoDBന്റെ കൺസെപ്റ്റിൽ ടേബിൾ എന്നല്ല. അപ്പോൾ ആ ഡോക്യുമെന്റിന് എന്തൊക്കെയാണ് ഫീൽഡ് ഉണ്ടാവുക എന്നൊക്കെ കൊടുക്കുന്നത് സ്കീമ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മോഡൽസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടാക്കാം. മോഡൽസ് ഫോൾഡർ ഉണ്ടാക്കി. ഇനി അതേപോലെ തന്നെ നമ്മൾ ഡാറ്റാബേസ് കോഡൊക്കെ ചെയ്യുന്നത് സർവീസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഫയലിലേക്ക് മാറ്റി വെക്കാം. അപ്പൊ അതിനുവേണ്ടി സർവീസസ് എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ടാക്കാം. പിന്നെ അതേപോലെ നമ്മള് പ്രസന്റേഷൻ ലെയർ, അതായത് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നു, ആ റിക്വസ്റ്റ് നമ്മൾ എടുത്തുന്നിടത്ത് സർവീസിന് കൊടുക്കുന്നു, തിരിച്ച് ഇങ്ങോട്ടേക്ക് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പൊ അതിന് കൺട്രോളേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ഉണ്ടാക്കാം. എന്താണ് ഇതൊക്കെ എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. കൺട്രോളേഴ്സ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടാക്കി. ഇനി നമുക്ക് ആവശ്യമുള്ളത് മിഡിൽ വെയേഴ്സ് ആവശ്യം വരും. അതായത് നമ്മൾ ഒരു റിക്വസ്റ്റ് എന്തെങ്കിലും വാലിഡേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാനോ ഒക്കെ ഉള്ളതാണ്. അതും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും. മിഡിൽ വെയേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ഉണ്ടാക്കാം. ഇങ്ങനെ ഫോൾഡർ ഉണ്ടാക്കാതെ നിങ്ങൾക്ക് ചെയ്യാം. ജസ്റ്റ് ഒരു app.js ഫയൽ ഉണ്ടാക്കിയിട്ട് അതിൽ തന്നെ എല്ലാ കോഡും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ റീഡബിലിറ്റി ഇഷ്യൂസ്, വേറൊരാൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കോഡ് മനസ്സിലാക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഫിക്സ് ചെയ്യാനൊക്കെ. അതേപോലെ തന്നെ നിങ്ങൾ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നില്ല. സെപ്പറേഷൻ ഓഫ് കൺസേൺ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ നമുക്ക് ഫോളോ ചെയ്യണം. അതായത് ഒരാവശ്യം ചെയ്യാനുള്ള കോഡ് അതിന്റെ സ്പെസിഫിക് ഫയലിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ എല്ലാം ഒരേ ആള് തന്നെ ചെയ്യാന്നുള്ള കൺസെപ്റ്റ് മാറിയിട്ട് ഓരോരുത്തർക്കും അവരുടേതായ ഡ്യൂട്ടി മാത്രം കൊടുക്കുക എന്നൊക്കെ പറയില്ല. അതേ രീതിയിൽ എന്ത് ചെയ്യണം, ഓരോരുത്തർക്കും അവരുടേതായ ആവശ്യങ്ങൾ ചെയ്യാനുള്ള കോഡ് മാത്രം കൊടുക്കുക. ഇപ്പൊ കൺട്രോളേഴ്സ് ആണെങ്കിൽ അതിൽ കൺട്രോളറിന്റെ പണി എന്താണോ അത് മാത്രം ഏൽപ്പിക്കാം. മിഡിൽ വെയേഴ്സ് എന്താണോ അതിൽ മിഡിൽ വെയേഴ്സിന്റെ കാര്യങ്ങൾ മാത്രം ഏൽപ്പിക്കാം. അങ്ങനെ പിന്നെ നമുക്ക് വരുന്നത്, നമ്മൾ എന്തെങ്കിലും CSS അല്ലെങ്കിൽ ഇമേജസ് അങ്ങനത്തെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ക്രിപ്റ്റ് അങ്ങനത്തെ എന്താണ് അസറ്റ്സ് ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് പബ്ലിക് എന്ന് പറയുന്ന ഒരു ഫോൾഡർ കൂടെ ഉണ്ടാക്കാം. പിന്നെ വേണ്ടത് നമുക്ക് റൗട്ട്സ് ആണ്. ഓരോ URL-ലേക്കും പോകുമ്പോൾ എന്താണ് സംഭവിക്കേണ്ടത് റൗട്ട് ആണല്ലോ മാനേജ് ചെയ്യുന്നത്. അപ്പൊ റൗട്ട്സ് എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ടാക്കാം. ഇത്രയും ഫോൾഡേഴ്സ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾക്ക് മെയിൻ ഫോൾഡറിൽ ഒരു app.js എന്ന് പറഞ്ഞ ഫയൽ ഉണ്ടാക്കാം. ഫോൾഡർ അല്ല, app.js. അപ്പൊ നമ്മളെ മെയിൻ ഫയൽ app.js ആണെന്നാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. app.js ഉണ്ടാക്കി. ഇനി നിങ്ങൾ കൊടുത്ത ഇൻഡെക്സ് ആണെങ്കിൽ index.js ഉണ്ടാക്കാം. എന്താണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ഒരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു ഫയലിലാണ് നമ്മൾ ഫസ്റ്റ് കോഡ് എഴുതാൻ പോകുന്നത്. അതായത് നമ്മൾ ആപ്ലിക്കേഷൻ റൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് റൺ ചെയ്യുന്നത് ഈ ഒരു app.js ഫയലായിരിക്കും. അതിൽ നിന്നാണ് ഓരോ ആവശ്യം അനുസരിച്ച് ഓരോ ഫോൾഡറിലേക്ക് കോഡ് നാവിഗേറ്റ് ചെയ്ത് പോകുന്നുണ്ടാവുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഓരോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡേഴ്സിന്റെ ഉള്ളിൽ പബ്ലിക് നമുക്ക് അസെറ്റ്സ് ഇടാനുള്ളതാണ്. അതല്ലാത്ത ബാക്കി എല്ലാ ഫോൾഡേഴ്സിലും പിന്നെ വ്യൂസ് എന്ന് പറയുന്ന ടെംപ്ലേറ്റ് ഇടാനുള്ളതാണ്. HTML ടെംപ്ലേറ്റ് ഇടാനുള്ളതാണ് വ്യൂസ്. പബ്ലിക് നമുക്ക് എന്താണ് CSS ഇമേജസോ ഇടാനുള്ളതാണ്. അപ്പൊ അത് രണ്ടും ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ ഫോൾഡേഴ്സിന്റെ ഉള്ളിൽ നമുക്കൊരു index.js എന്ന് പറഞ്ഞ ഫയൽ ക്രിയേറ്റ് ചെയ്യണം.
അതെന്തിനാണെന്നുള്ളത് അതിന്റെ ആവശ്യം യൂസ് വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ഫോൾഡർ സെലക്ട് ചെയ്തു, ഫയല് ഇൻഡെക്സ് ജേസ് എന്ന ഫയൽ ഉണ്ടാക്കി, മിഡിൽ വേഴ്സിലും അതേപോലെ തന്നെ അങ്ങനെ എല്ലാ ഫോൾഡേഴ്സിലും ഇൻഡെക്സ് ജെഎസ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മുമ്പ് നോട്ട് ജെഎസ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചത് കസ്റ്റം ആയിട്ട്, അതായത് ബിൽറ്റ് ഇൻ പാക്കേജസ് മാത്രം ഉപയോഗിച്ച് തേർഡ് പാർട്ടി പാക്കേജ് ഉപയോഗിക്കാതെ ഒരു API ക്രിയേറ്റ് ചെയ്യുന്നതായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻബിൽറ്റ് ആയിട്ടുള്ള പാത്ത് അല്ലെങ്കിൽ HTTP എന്നൊക്കെ പറയുന്ന മൊഡ്യൂൾസ് ആയിരുന്നു ഉപയോഗിച്ചത്. പക്ഷെ നമ്മൾ ഇവിടെ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്നത് എക്സ്പ്രസ് JS എന്ന് പറയുന്ന കോമൺലി എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ഫേമസ് ആയിട്ടുള്ള ഒരു പാക്കേജ് ആണ് എക്സ്പ്രസ് JS. ആ എക്സ്പ്രസ് JS ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു ആപ്പിന്റെ വെബ് സെർവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ ഒരു വെബ് സെർവർ വേണം. PHP ആപ്ലിക്കേഷൻ റൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, PHPന്റെ അപ്പാച്ചെ സെർവർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ Nginx സെർവർ ഉപയോഗിക്കാം. ഇനി നിങ്ങളൊരു ജാവ ആപ്ലിക്കേഷൻ ആണ് റൺ ചെയ്യുന്നത്, ടോം കാറ്റ് സെർവർ ഉപയോഗിക്കാം. ഇനി ഒരു .NET ആപ്ലിക്കേഷൻ ആണെങ്കിൽ IIS സെർവർ ഉപയോഗിക്കാം. അങ്ങനെ ഒരുപാട് വെബ് സെർവർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ, വെബ് ആപ്ലിക്കേഷൻ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വെബ് സെർവർ നിർബന്ധമാണ്. അപ്പോൾ ഇവിടെ നമ്മളെ വെബ് സെർവർ എന്ന് പറയുന്നത് എക്സ്പ്രസ് JS ആണ്. ആ വെബ് സെർവറിൽ തന്നെ നമുക്ക് റൗട്ട് ഹാൻഡിൽ ചെയ്യാനും HTTP മെത്തേഡ്സ് ഹാൻഡിൽ ചെയ്യാനൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. മുമ്പ് നമ്മൾ പഠിച്ചത് നമ്മൾ എന്താണ് നോട്ട് ജേസിന്റെ ബിൽറ്റ് ഇൻ പാക്കേജസ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. അതിൽ ഒരുപാട് കോഡൊക്കെ നമ്മൾ എഴുതേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് ലോജിക് ഒക്കെ എഴുതേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. എക്സ്പ്രസ് JS എന്ന് പറഞ്ഞത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് expressjs.com, അതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ്. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എന്താണ്, ഇതൊരു വെബ് ഫ്രെയിംവർക്ക് ഫോർ നോട്ട് ജേസ് ആണ്. അതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതും ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ലിങ്ക് ഉണ്ട്. അപ്പോൾ ഓരോ സ്റ്റെപ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഗൈഡ് ഉണ്ട്, API റെഫറൻസ്, എന്തൊക്കെ ഫംഗ്ഷനാലിറ്റി ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ഡോക്യുമെന്റേഷൻ ഓർത്ത് വെക്കുക. റെഫറൻസ് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുള്ളൂ വീഡിയോസിലൊക്കെ. ബാക്കിയുള്ളത് നിങ്ങൾ ഓരോ വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ടൂളിന്റെ ഡോക്യുമെന്റേഷൻ നോക്കിയിട്ടും പിന്നെ യൂട്യൂബോ അല്ലെങ്കിൽ മറ്റുള്ള പ്ലാറ്റ്ഫോംസോ ഒക്കെ ഉപയോഗിച്ച് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് കണ്ട് അതിന്റെ എല്ലാ ഫങ്ഷനാലിറ്റീസും പഠിച്ചു വെക്കണം. നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഒന്നിട്ട് കോഡ് അതേപോലെ കാണാതെ പഠിക്കരുത്. ഒരു വസ്തു ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെ സ്റ്റെപ്സ് ആണ് എന്നുള്ളത് പഠിക്കണം. ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നെ നമ്മൾ പറഞ്ഞു, നമുക്ക് ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടത് നോട്ട് ജെഎസും MongoDBയും പിന്നെ മോങ്കോ കോമ്പസും ഇതൊക്കെയാണെന്നുള്ള പറഞ്ഞു. അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഏതൊക്കെ ഫോൾഡർ വേണം, അതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പഠിക്കുക. അല്ലാതെ അതിലുള്ള കോഡ് നമ്മൾ കോളേജിലോ സ്കൂളിലോ ഒക്കെ പഠിക്കുമ്പോൾ കാണാപ്പാഠം പഠിക്കണ്ട. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടെക്നോളജീസ് ഒക്കെ എന്ത് ചെയ്യും, കുറെ കഴിയുമ്പോൾ ഒരു വർഷം അപ്ഡേറ്റ് ചെയ്യും, ഒരു വേർഷൻ മാറും. ഇപ്പൊ എക്സ്പ്രസ് JS വേർഷൻ ഇവിടെ കൊടുത്തിട്ടുള്ള 4.21 ആണ്, 5 വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോ എന്താണ്, ഓരോ വേർഷൻ വരുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ കാണാപ്പാഠം കോഡ് പഠിച്ചു നിങ്ങൾ പുതിയ കമ്പനിയിലൊക്കെ ജോലി കിട്ടുന്ന സമയത്ത് അവിടെ പോയിട്ട് നിങ്ങൾ നേരത്തെ പഠിച്ച കോഡ് അതേപോലെ അപ്ലൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ വർക്ക് ആവില്ല. ഒന്നുകിൽ അവർ യൂസ് ചെയ്യുന്നത് പുതിയ വേർഷൻ ആയിരിക്കും, ഇനി അതല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്നത് പഴയ വേർഷൻ ആയിരിക്കും. അതുകൊണ്ട് വർക്ക് ആവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. കോഡിന്റെ സിൻടാക്സ് ഒരിക്കലും കാണാപ്പാഠം പഠിക്കാൻ ശ്രമിക്കരുത്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള കൺസെപ്റ്റുകൾ പഠിക്കുക. ഉദാഹരണത്തിന് ഫംഗ്ഷൻ എന്താണ്, വേരിയബിൾ എന്താണ്, അല്ലെങ്കിൽ ഇഫ് കണ്ടീഷൻ, ലൂപ്പുകൾ എന്താണ്, സ്വിച്ച് കേസ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചാൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്, ഒരു ലൂപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഒരു ഇഫ് കണ്ടീഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്, എൽസ് എന്തിനാന്നുള്ള ആ ഒരു കൺസെപ്റ്റ് പഠിച്ചു വെക്കുക. എന്നിട്ട് ഇതൊക്കെ ഇങ്ങനത്തെ ടൂളിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. ഒരു പ്രാവശ്യം ചെയ്ത് ഞങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഇങ്ങനെയാണ് ഞാൻ നോട്ട് JSൽ ഒരു പ്രോജക്ട് ചെയ്ത്, എക്സ്പ്രസ് JSൽ ഒരു പ്രോജക്ട് ചെയ്ത് എന്നുള്ള ആ ഒരു ഓർമ്മ ഉണ്ടാവണം. അപ്പൊ എന്ത് ചെയ്യും, എനിക്കൊരു റൗട്ട് ക്രിയേറ്റ് ചെയ്യണം, അപ്പൊ അത് ഡോക്യുമെന്റേഷൻ എടുത്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഡോക്യുമെന്റേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ എക്സാമ്പിൾസ് ഉണ്ടാവും. ആ എക്സാമ്പിൾ നോക്കിയിട്ട് എന്ത് ചെയ്യാം, അതേപോലെ കോപ്പി ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതേപോലെ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ കോഡിങ് ചെയ്യേണ്ടത്, പ്രാക്ടീസ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിലേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, നിങ്ങളൊരു പ്രോ ഡെവലപ്പർ ആയിട്ട് മാറുകയുള്ളൂ. അപ്പോൾ നമുക്ക് എക്സ്പ്രസ് JS ആണ് ആദ്യം നമുക്ക് വേണ്ടത്. ഇവിടെ ഇൻസ്റ്റാളിംഗ് എന്ന് പറയുന്ന സ്റ്റെപ്പിൽ പോയി കഴിഞ്ഞാൽ കാണാം npm init, ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്. ഇനി നമുക്ക് എക്സ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പൊ അത് npm പാക്കേജ് ഉപയോഗിച്ചാണ്, npm install express, അല്ലെങ്കിൽ ഷോർട്ട് ഫോം ആയിട്ട് npm i express എന്ന് കൂടെ കൊടുക്കും. ഞാൻ എന്റെ പ്രൊജക്ടിന്റെ ഉള്ളിലാണുള്ളത്. ഒന്ന് ക്ലിയർ ചെയ്യണം. ക്ലിയർ എന്ന് പറഞ്ഞ കമാൻഡ് കൊടുത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആവും. അവിടെ npm i express. അപ്പോൾ ആ ഒരു എക്സ്പ്രസ് പാക്കേജ് അവിടുന്ന് npm വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ഇൻസ്റ്റാൾ ആവുന്നുണ്ട്.
ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ നമ്മളെ നോഡ് ജേസ് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ node_modules എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആ ഫോൾഡറിലേക്കാണ് അത് ഡൗൺലോഡ് ആവുക. അപ്പൊ ഇവിടെ ഈ ഒരു ഫോൾഡറിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റാളേഷൻ കൊടുത്ത സാധനം ഇവിടെ ഉണ്ടാവും, എക്സ്പ്രസ് കണ്ടോ, ഇതാണ് എക്സ്പ്രസ്. അപ്പൊ എക്സ്പ്രസിന്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അത് ഒരു നോഡ് പ്രൊജക്റ്റ് ആണ്, പാക്കേജസ് ഉണ്ട്. അതിൽ വേറെ കുറെ ഡിപ്പെൻഡൻസീസ് കാണാം നിങ്ങൾക്ക്, അക്സെപ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ അക്സെപ്റ്റ് ഫോർ എക്സാമ്പിൾ ഇതിൽ അക്സെപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ അത് അക്സെപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതും നമ്മളെ ഈ നോൺ മൊഡ്യൂൾസ് ഫോൾഡറിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും. അതേപോലെ അക്സെപ്റ്റ് എന്ന് പറയുന്നത് ഒരു നോഡ് JS പാക്കേജ് ആവാം, അതിന്റെ ഉള്ളിലും ഡിപ്പെൻഡൻസീസ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ഡിപ്പെൻഡൻസീസ് നിങ്ങൾ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഫോൾഡേഴ്സ് ഈ ഒരു നോഡ് മൊഡ്യൂൾസ് എന്ന് പറഞ്ഞ ഫോൾഡറിന്റെ ഉള്ളിൽ ക്രിയേറ്റ് ആവും. അപ്പോ ഇത് എന്താണ്, നിങ്ങൾക്ക് പാക്കേജ് മാനേജ് ചെയ്യാനുള്ള ഫോൾഡറും അതിന്റെ ഫയലുമാണ് പാക്കേജസ് എന്ന് പറയുന്നത്. അപ്പോൾ പാക്കേജസ് നമ്മൾ അങ്ങനെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അത് ഡിപ്പെൻഡൻസീസിന്റെ അണ്ടറിൽ ആഡ് ആയിട്ട് വരും. ഡിപ്പെൻഡൻസീസ് എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, അതിൽ എക്സ്പ്രസ് ഏത് വേർഷൻ ആണ് എന്നുള്ളതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഏതാണോ ലേറ്റസ്റ്റ് വേർഷൻ അത് അവിടെ ലിസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ പാക്കേജ് ലോക്ക് JS എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത വേർഷൻസും അതിന്റെ ഹാഷ് വാല്യൂം ഒക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെഫറൻസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫയലാണ് പാക്കേജ് -lock.js എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു നോഡ് മൊഡ്യൂൾസിന്റെ ഉള്ളിൽ ഒരുപാട് ഫയൽസ് ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് കോപ്പി ചെയ്ത് വേറെ ആർക്കെങ്കിലും കൊടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് ഗിറ്റിൽ നമ്മൾ എന്ത് ചെയ്യാണ്, പബ്ലിഷ് ചെയ്യാണ്. ആ സമയത്ത് എന്ത് വേണ്ട, നമ്മൾ ഈ ഒരു നോഡ് മൊഡ്യൂൾസ് എന്ന് പറയുന്ന ഫോൾഡർ അതിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ഒന്ന് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് ഫയൽസും ഫോൾഡേഴ്സും ഉണ്ട് ഇതിന്റെ ഉള്ളിൽ. അപ്പോൾ നമുക്ക് അത് ഒരുപാട് സൈസ് എടുക്കും, അതേപോലെ തന്നെ ഗിറ്റിൽ ആഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, ഡൗൺലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ സിമ്പിൾ ആയിട്ട്, പിന്നെ അതേപോലെ തന്നെ അത് എന്റെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് എന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനനുസരിച്ച് ഇൻസ്റ്റാൾ ചെയ്തതായിരിക്കും. അതിൽ നിങ്ങൾ ചിലപ്പോൾ അത് വിൻഡോസിൽ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ വർക്ക് ആയെന്ന് വരില്ല. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോൾഡർ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഗിറ്റിലോ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം അവരെന്ത് ചെയ്താൽ മതി, ഈ ഒരു ഫോൾഡർ പ്രോജക്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് അവർ npm ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ, വെറും npm ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ പാക്കേജസിന്റെ ഡിപ്പെൻഡൻസീസിൽ എന്തൊക്കെയാണുള്ളത് നോക്കും npm, എന്നിട്ട് അത് ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആവും. അതുകൊണ്ട് ജസ്റ്റ് npm ഇൻസ്റ്റാൾ എന്ന് മാത്രം അവർ കൊടുത്താൽ മതിയല്ലോ, അല്ലാതെ അവർ ഓരോ പ്രാവശ്യം npm ഇൻസ്റ്റാൾ എക്സ്പ്രസ് എന്നാണ് കൊടുക്കേണ്ട ആവശ്യം വരില്ല. അപ്പോ അങ്ങനെ ഗിറ്റിന് നമ്മൾ ഇത് ഇഗ്നോർ ചെയ്യണം. അത് ഞാൻ ഇതൊരു ഗിറ്റ് പ്രോജക്റ്റ് ആക്കി മാറ്റാം. നമ്മൾ ടെർമിനൽ വന്നിട്ട് ഗിറ്റ് ഇനിറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുക, ഗിറ്റ് ഇനിറ്റ്. അപ്പൊ എന്ത് ചെയ്തു, അതൊരു ഗിറ്റ് പ്രോജക്റ്റ് ആക്കി മാറി. ഒരു പ്രോജക്റ്റ് ഗിറ്റ് ആവുന്നത് എങ്ങനെയാണ്, ആ ഒരു പ്രോജക്റ്റിന്റെ ഫോൾഡറിന്റെ ഉള്ളിൽ ഒരു ഒരു ഫോൾഡർ, ഒരു ഹിഡൻ ഫോൾഡർ ക്രിയേറ്റ് ആവും. ആ ഒരു ഹിഡൻ ഫോൾഡർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗിറ്റ് ആണെന്ന് ട്രാക്ക് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഈ ഒരു എക്സ്പെൻസ് ട്രാക്കർ എന്ന് പറഞ്ഞ ഫോൾഡറിന്റെ ഉള്ളിൽ എന്തായിട്ടുണ്ടാവും, ഒരു .git എന്ന് പറയുന്ന റിവീൽ ഇൻ ഫൈൻഡർ അല്ലെങ്കിൽ റിവീൽ ഇൻ എക്സ്പ്ലോറർ എന്ന് പറഞ്ഞു കൊടുക്കുക നിങ്ങൾക്ക് വിൻഡോസ് ആണെങ്കിൽ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ ഫോൾഡറിലേക്ക് പോകാൻ പറ്റും. ഇതാണ് എൻ്റെ ഒരു ഫോൾഡർ. അപ്പൊ അതില് ഇവിടെ വന്നു കഴിഞ്ഞാല് ഹിഡൻ ഫോൾഡേഴ്സ് നമുക്ക് കാണാൻ പറ്റില്ല, എങ്കിൽ വിൻഡോസിലെ വ്യൂ ഓപ്ഷനിൽ ഹിഡൻ ഫോൾഡേഴ്സ് കാണാനുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്കിലാണെങ്കിൽ കമാൻഡ് ഷിഫ്റ്റ് ഡോട്ട് പ്രസ് ചെയ്യാം. കമാൻഡ് ഷിഫ്റ്റ് പിന്നെ ഡോട്ടും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹിഡൻ ആയിട്ടുള്ള ഫോൾഡേഴ്സ് ഫയൽസ് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം .git എന്ന് പറഞ്ഞൊരു ഹിഡൻ ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ വേറെ കുറെ ഫോൾഡേഴ്സും ഫയൽസ് ഒക്കെ ഉണ്ടാവും. ഇതിന്റെ ഉള്ളിലാണ് നമ്മളെ ഗിറ്റിന്റെ ഹിസ്റ്ററി ഒക്കെ ട്രാക്ക് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ എനിക്കത് എന്താണ്, ഒരു ഗിറ്റ് റെപ്പോസിറ്ററി ആണ് അല്ലെ. അത് ഗിറ്റ് റെപ്പോസിറ്ററി ആണ്. ഗിറ്റ് റെപ്പോസിറ്ററിന്റെ ഡീഫോൾട്ട് ബ്രാഞ്ച് എന്ന് പറയുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ മാസ്റ്റർ എന്നായിരുന്നു. പഴയ പ്രോജക്റ്റ് ആൾക്കാണ് നിങ്ങൾ ക്ലോൺ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ മാസ്റ്റർ ആയിരിക്കും. പുതിയ പ്രോജക്റ്റിന്റെ ഒക്കെ ഒരു ഫസ്റ്റ് ബ്രാഞ്ചിന്റെ പേര് മെയിൻ എന്നായിരിക്കും. അപ്പൊ ഞാനൊരു മെയിൻ എന്ന് പറഞ്ഞ ബ്രാഞ്ചിലാണെന്നൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഗിറ്റ് സ്റ്റാറ്റസ്, ഗിറ്റ് കമാൻഡുകളൊക്കെ ഇവിടെ വർക്ക് ആവും. ഗിറ്റ് സ്റ്റാറ്റസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്റെ ഫയൽസും ഫോൾഡേഴ്സും ഒക്കെ ലിസ്റ്റ് ആയിട്ടുണ്ട്, റെഡ് കളറിൽ ലിസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഗിറ്റ് പ്രോജക്റ്റ് അല്ലാതാക്കി മാറ്റണം. ഗിറ്റ് ആക്കാനും ഗിറ്റ് ഇനിറ്റ് കൊടുത്തു. ഗിറ്റ് പ്രോജക്റ്റ് അല്ലാതാക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ ഒരു .git എന്ന് പറയുന്ന ഫോൾഡർ റിമൂവ് ചെയ്താൽ മതി. അതിന് rm എന്ന് പറയുന്ന റിമൂവ് ചെയ്യാൻ വേണ്ടിട്ട് -rf ഈ ഒരു കമാൻഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചു കൊടുക്കണം. -rf എന്ന് പറയുന്നത്, -r എന്ന് പറയുന്നത് എന്താണ്, റിക്കസീവ് ആയിട്ട് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത്. r എന്ന് പറഞ്ഞാൽ റിമൂവ്, -r റിക്കസീവ്, അതായത് നമ്മളിപ്പോ കൊടുക്കുന്ന ഏത് പാത്താണോ കൊടുക്കുന്നത്
ആ ഫോൾഡറും അതിന്റെ ഉള്ളിലുള്ള ഫോൾഡർ, പിന്നെ അതിന്റെ ഉള്ളിലുള്ള ഫോൾഡർ, അങ്ങനെ റിക്കസീവ് ആയിട്ട് ഉള്ളിലുള്ള എല്ലാ ഫോൾഡേഴ്സും ഫയൽസും ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ് ആണത്. പിന്നെ എഫ് എന്ന് പറയുന്ന ഫോഴ്സ്ഫുള്ളി ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫോൾഡറിന്റെ പേര് കൊടുക്കണം. ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഡോട്ടാണ് കൊടുത്തതെങ്കിൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ വെറും സ്ലാഷ് എന്നാണ് കൊടുത്തെങ്കിൽ നിങ്ങളെ കമ്പ്യൂട്ടറിന്റെ മെയിൻ ഫോൾഡർ ഉണ്ടല്ലോ, അത് മൊത്തം ഡിലീറ്റ് ആയിപ്പോ. അപ്പൊ തന്നെ കമ്പ്യൂട്ടർ നിങ്ങൾക്ക് ഓപ്പൺ ആക്കാൻ പറ്റില്ല, വർക്ക് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കമാൻഡ് ആണുള്ളത്, വളരെ ശ്രദ്ധിക്കണം. എന്നിട്ട് അവിടെ നമ്മൾ ഡോട്ട് ഗിറ്റ് എന്ന് മാത്രം കൊടുക്കുക. ഈ ഫോൾഡറിന്റെ നമ്മൾ എക്സ്പെൻസ് ട്രാക്കറിന്റെ ഉള്ളിലുള്ള ഡോട്ട് ഗിറ്റ് എന്ന് പറഞ്ഞ ഫോൾഡറാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് ഡിലീറ്റ് ചെയ്തപ്പം തന്നെ കണ്ടില്ല, എന്റെ ഈ ഒരു സ്റ്റാറ്റസിൽ ആ ഒരു ഗിറ്റ് പോയി. ഞാനിനി ഗിറ്റ് സ്റ്റാറ്റസ് കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ആവില്ല. പറ്റില്ല. നോട്ട് എ ഗിറ്റ് റെപ്പോസിറ്ററി എന്ന് പറയും. ഇങ്ങനെ ഒരു എറർ എപ്പെങ്കിലും നിങ്ങൾ ഗിറ്റ് കമാൻഡ് കൊടുക്കുമ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഒരു പ്രോജക്റ്റ് ഗിറ്റ് റെപ്പോസിറ്ററി അല്ല. നിങ്ങൾ ആ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന കറക്റ്റ് നിങ്ങൾ ഗിറ്റ് റെപ്പോസിറ്ററിന്റെ ഉള്ളിലല്ല എന്നുള്ളത്. ഒന്നെങ്കിൽ ഗിറ്റ് ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് പ്രോജക്റ്റ് ആണോ നിങ്ങൾ കറക്റ്റ് അങ്ങോട്ടേക്ക് CD ഉപയോഗിച്ച് പോകണം. ഞാൻ വീണ്ടും ഗിറ്റ് ഇനിറ്റ് തന്നെ കൊടുക്കുകയാണ് കേട്ടോ. ഇനി മാക്കിൽ ഈ ഒരു ഹിഡൻ ഫയൽസ് നിങ്ങൾ കാണാൻ വേണ്ടി കമാൻഡ് ഷിഫ്റ്റ് ഡോട്ട് കൊടുത്തു. ഒന്നും കൂടെ കമാൻഡ് ഷിഫ്റ്റ് ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഹൈഡ് ആവും. ഓക്കെ, അപ്പോൾ എക്സ്പ്രസ് JS ആണ് നമ്മൾ ബേസിക് ആയിട്ട് വേണ്ടത്. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് വേണ്ട, നേരത്തെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, നമുക്ക് നോഡ് മൊഡ്യൂൾസ് ഗിറ്റിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഗിറ്റിൽ പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ പാക്കേജിൽ ഇത് കാണാൻ പറ്റുന്നുണ്ടാവും. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ടെർമിനൽ എടുത്തിട്ട് അതിൽ ഗിറ്റ് സ്റ്റാറ്റസ് കൊടുത്തു കഴിഞ്ഞാൽ അതില് നോഡ് മൊഡ്യൂൾസ് കൂടെ റെഡിൽ കാണാം. അതിനകത്ത് ഈ നോഡ് മൊഡ്യൂൾസും കൂടെ നമ്മൾ ഗിറ്റ് ആഡ് കമ്മിറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോൾഡറും കൂടെ കയറിപ്പോവും. അപ്പൊ അത് കയറേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗിറ്റ് ഇഗ്നോർ എന്ന് പറയുന്ന ഫയൽ ഉപയോഗിക്കുന്നത്. മെയിൻ ഫോൾഡറിൽ നമ്മളൊരു ഫയൽ ഉണ്ടാക്കുക. കൺട്രോളേഴ്സിന്റെ ഉള്ളിലല്ല, പുറത്തൊന്ന് ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഉള്ള മെയിൻ ഫയൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡോട്ട് ഗിറ്റ് ഇഗ്നോർ. എന്നിട്ട് ഈ ഫയല് നമുക്ക് ഏതെങ്കിലും ഫയലോ ഫോൾഡറോ ഒക്കെ എക്സ്ക്ലൂഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ഇവിടെ കൊടുക്കാം. ഇവിടെ ഞാൻ node_modules എന്ന് പറഞ്ഞു കൊടുത്തു. വീണ്ടും ഗിറ്റ് സ്റ്റാറ്റസ് കൊടുത്തു കഴിഞ്ഞാൽ നോഡ് മൊഡ്യൂൾസ് എന്റെ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് പോയിട്ടുണ്ട്. പിന്നെ അതേപോലെ മറ്റൊന്ന് എല്ലാം ഒന്ന് ശ്രദ്ധിക്കാൻ എന്തൊക്കെയാണല്ലോ, വാലിഡേറ്റേഴ്സ്, സർവീസ്, റൗട്ട്, പാക്കേജ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന തന്നെയാണ്. ക്രിയേറ്റ് ചെയ്ത എല്ലാ സാധനങ്ങളാണ് ഗിറ്റ് ഇഗ്നോറും ഉണ്ടാക്കിയത്. പക്ഷെ ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട്, DS സ്റ്റോർ. DS സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഹിഡൻ ആയിട്ടുള്ള ഡോട്ട് തുടങ്ങുന്ന ഫയലുകൾ ഹിഡൻ ആയിരിക്കും. ഡോട്ട് ഗിറ്റ് ഇഗ്നോർ ഹിഡൻ ആയിരിക്കും, ഈ ഒരു ഫയൽ ഹിഡൻ ആയിരിക്കും. നേരത്തെ കണ്ടല്ലോ, ഡോട്ട് ഗിറ്റ് എന്ന് പറയുന്ന ഫോൾഡർ ഹിഡൻ ആയിരിക്കും. ഡോട്ടിൽ തുടങ്ങുന്ന ഫോൾഡേഴ്സ് ഒക്കെ ഹിഡൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊരു ഹിഡൻ ആയിട്ടുള്ള മാക്കിലുള്ള ഒരു ടെമ്പററി ഫയലാണ്. നമ്മൾ വിൻഡോസിലാകുമ്പോൾ .thumb.tb എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഫയൽസ് ഒക്കെ നമ്മൾ ഗിറ്റ് സ്റ്റാറ്റസ് എപ്പോഴും നോക്കണം. അതിൽ റെഡിൽ ലിസ്റ്റ് എന്തൊക്കെയാണ് വന്നത്, അതിൽ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ഗിറ്റ് ഇഗ്നോർ എന്ന് പറയുന്ന ഈ ഒരു ഫയലിൽ ആഡ് ചെയ്ത് വെക്കണം. അപ്പൊ ഞാനിവിടെ പറയാണ് start.dsstore, അതായത് DS സ്റ്റോർ എന്ന് പറയുന്ന എക്സ്റ്റൻഷനുള്ള ഒന്നും ഇൻക്ലൂഡ് ചെയ്യണ്ട എന്നാണ് പറയുന്നത്. എന്നിട്ട് സ്റ്റാറ്റസ് നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഫയലും പോയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ അത് പെർഫെക്റ്റ് ആയി. ഇനി ഇതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റാറ്റസ് നോക്കുമ്പോൾ വേറെ എന്തെങ്കിലും ഫയൽസ് അനാവശ്യമായിട്ടുള്ള വന്നു കഴിഞ്ഞാൽ അതും നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഒരു ഗിറ്റ് ഇഗ്നോറിൽ ആഡ് ചെയ്ത് വെക്കുക. അതാണ് ഗിറ്റ് ഇഗ്നോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രോജക്റ്റിൽ നിങ്ങൾ ഉണ്ടാക്കും, നിർബന്ധമായിട്ടും നിങ്ങളെ പ്രോജക്റ്റിന്റെ റൂട്ട് ഫോൾഡറിൽ .git ignore എന്ന് പറയുന്ന ഫയൽ ഉണ്ടായിരിക്കണം. അത് Node.js പ്രോജക്റ്റിന് മാത്രമല്ല, ഏത് പ്രോജക്റ്റ് ആയി കഴിഞ്ഞാലും ഉണ്ടായിരിക്കണം. എന്നിട്ട് ആ പ്രോജക്റ്റിൽ നിങ്ങൾക്ക് ഗിറ്റിലേക്ക് കമ്മിറ്റ് ചെയ്യേണ്ടാത്ത ഫയൽസും ഫോൾഡേഴ്സും ഒക്കെ ഈ ഒരു ഫയലിൽ ട്രാക്ക് ചെയ്ത് വെക്കണം. ഇനി ഈ app.jsലുള്ള കോഡ് നമുക്ക് എഴുതാം. app.jsനുള്ള കോഡ് നമുക്ക് ഡോക്യുമെന്റേഷൻ റെഫർ ചെയ്തിട്ട് ചെയ്യാം. ആദ്യം ഡോക്യുമെന്റേഷൻ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വന്നിട്ട് ഹലോ വേൾഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള കോഡ് ഉണ്ട്. അത് അങ്ങനെ തന്നെ കോപ്പി ചെയ്തെടുക്കാം, എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മളിവിടെ കോൺസ്റ്റ് എക്സ്പ്രസ് ഈക്വൽ ടു എന്താണ്, റിക്വയർ എക്സ്പ്രസ്. അതായത് Node.js എന്നൊരു പാക്കേജ് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് റിക്വയർ എന്ന് പറയുന്നത്. റിക്വയർ ഓഫ് എന്ന് പറഞ്ഞിട്ട് അതിൽ ആ ഒരു പാക്കേജിന്റെ നെയിം കൊടുക്കുക. ഇതിൽ ഡോട്ട് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നെയിം ഇങ്ങനെ തന്നെ ജസ്റ്റ് കൊടുത്തതാണെങ്കിൽ അതിന്റെ അർത്ഥം അതൊരു npm ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്ത ഒരു തേർഡ് പാർട്ടി പാക്കേജോ അല്ലെങ്കിൽ ഇൻബിൽറ്റ് Node.jsന്റെ പാക്കേജോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അതെന്തായിരിക്കണം, ഒന്നുകിൽ നോഡിലുള്ള ബിൽറ്റിൻ പാക്കേജ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ പാക്കേജസിൽ അതുണ്ടായിരിക്കണം. അപ്പൊ പാക്കേജ് എന്ത് ചെയ്യും, എക്സ്പ്രസ് എന്ന് പറയുന്നത് റിക്വയർ എക്സ്പ്രസ് എന്ന് അതിലെടുത്തു. എന്നിട്ട് അത് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്,
ഒരു ലൈൻ ബ്രേക്ക് ഇടുക, ഇങ്ങനെ റിക്വയറും മറ്റുള്ള കോഡും തമ്മിൽ ഒറ്റൊരു ലൈന് ഫ്രീ ലൈൻ ഇടുക, എന്നിട്ട് കോഡ് കൊടുക്കാം. കോൺസ്റ്റ് ആപ്പ് ഈക്വൽ ടു എക്സ്പ്രസ്, ഈ വേരിയബിൾ ഒരു ഫംഗ്ഷൻ ആണ്, അതിനെ വിളിക്കുകയാണ്, ആ ഫംഗ്ഷൻ വിളിച്ചു. എന്നിട്ട് നമ്മളൊരു പോർട്ട് ഡിഫൈൻ ചെയ്യാണ്. പോർട്ട് നമ്പർ എന്താണ്? പോർട്ട് നമ്പർ 3000 എന്ന് പറഞ്ഞ പോർട്ട് നമ്പറിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? ആപ്പ് ക്രിയേറ്റ് ചെയ്തല്ലോ, ആപ്പ് ഡോട്ട് ഗെറ്റ് അതിൽ ഒരു പാത്ത് കൊടുത്തു, ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ കൊടുത്തു, എക്സ്പ്ലെയിൻ ചെയ്യണം എന്താണെന്നുള്ളത്. അത് റൗട്ട് ആണ്, എന്താണ് റൗട്ട് എന്നുള്ളത് അതിലേക്ക് തിരിച്ചു വരാം. എന്നിട്ട് അതിന്റെ താഴെ വന്നിട്ട് ആപ്പ് ഡോട്ട് ലിസൺ ചെയ്യാണ്, പോർട്ട് ഏതാണ് നമ്മൾ പോർട്ട് കൊടുത്തു. എന്നിട്ട് ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ കൺസോൾ ഓഫ് എക്സാമ്പിൾ ആപ്പ് ഈസ് ലിസണിങ് ഓൺ പോർട്ട്, എന്നിട്ട് ഒരു പോർട്ട് നമ്പർ കൊടുത്തു. അപ്പൊ ഇതില് ഈ ഒരു ആപ്പ് വെബ് സെർവർ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? അത് ലാസ്റ്റ് ആയിരിക്കണം. ആ വെബ് സെർവർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ആപ്പിലേക്ക് നമ്മളെ റൗട്ട്, അതായത് നമ്മൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടേണ്ടത് എന്നുള്ളതൊക്കെ ഡിഫൈൻ ചെയ്യുന്നത്, റൗട്ട് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കണം. ആപ്പ് ഡോട്ട് ഗെറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ HTTP മെത്തേഡ് ഗെറ്റ് ഉപയോഗിക്കുമ്പോൾ വേണ്ട ആണെങ്കിൽ ഗെറ്റ് എന്ന് കൊടുക്കും, പോസ്റ്റ് ആണെങ്കിൽ പോസ്റ്റ് എന്ന് കൊടുക്കും, ഇവിടെ പുട്ട് ആണെങ്കിൽ പുട്ട്, ഡിലീറ്റ് ആണെങ്കിൽ ഡിലീറ്റ്. അതൊക്കെ എക്സ്പ്രസ് JSന്റെ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആണ്. എന്നിട്ട് കൊടുക്കേണ്ടത് പാത്ത്, അതായത് ഒരു URL പാത്ത്. നമ്മൾ ലോക്കൽ ഹോസ്റ്റ് 3000 കഴിഞ്ഞിട്ട് വെറും സ്ലാഷ് മാത്രമാണെങ്കിൽ, എന്നിട്ട് ഗെറ്റ് റിക്വസ്റ്റ് ആണെങ്കിൽ ഇതായിരിക്കും സംഭവിക്കുക. എന്താണ് സംഭവിക്കുക? എന്നിട്ട് സെക്കൻഡ് ആയിട്ട് കൊടുക്കേണ്ടത് ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ ആണ്. ഇത് നമ്മളിവിടെ ഒരു ആരോ ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്ത്, നോർമൽ ഫംഗ്ഷൻ അല്ല. നിങ്ങൾ പഴയ കോഡൊക്കെ എടുക്കുമ്പോൾ ജസ്റ്റ് ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക, അത് നിങ്ങൾ ആരോ ഫംഗ്ഷൻ ആക്കി മാറ്റണം. എന്നിട്ട് ആരോ ഫംഗ്ഷൻ ആണ്. ആരോ ഫംഗ്ഷന്റെ ഉള്ളിൽ എന്താണ് ചെയ്യുന്നത്? ആരോ ഫംഗ്ഷനിലേക്ക് 2 വേരിയബിൾസ് നിങ്ങൾക്ക് കിട്ടും ഡീഫോൾട്ട് ആയിട്ട്. ഒന്ന് റിക്വസ്റ്റ്, ഒന്ന് റെസ്പോൺസ്. റിക്വസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടുന്ന് അയക്കുന്ന സാധനങ്ങളൊക്കെ റിക്വസ്റ്റ് ഉണ്ടാവും. റെസ്പോൺസ് എന്ന് പറയുന്നത് സെർവർ തിരിച്ചിങ്ങോട്ടേക്ക് തരുന്ന ഒരു വേരിയബിൾ ആണ്, ഒരു ഒബ്ജക്റ്റ് ആണ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോ എന്നിട്ട് എന്ത് ഉള്ളിൽ തിരിച്ച് നമുക്ക് ഈ എന്താണ് ചെയ്യുമ്പോൾ തിരിച്ച് സെർവർ എന്തെങ്കിലും ഇങ്ങോട്ട് തരണ്ടേ? അതാണ് തന്നുകൊണ്ടിരിക്കുന്നത് റെസ്പോൺസ്. അതിൽ റെസ്പോൺസ് എന്ന ഒബ്ജക്റ്റ് ഡോട്ട് സെൻഡ് ഹലോ വേൾഡ് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് സെൻഡ് ചെയ്യാണ് ഈ ഒരു റെസ്പോൺസിലേക്ക്. എന്നിട്ടായിരിക്കണം നിങ്ങൾ സെർവർ റൺ ചെയ്യുന്ന ആപ്പ് ഡോട്ട് ലിസൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ അതിലേക്ക് ഒരു പോർട്ട് നമ്പർ കൊടുക്കണം, ഒരു കോൾ ബാക്ക് ഫംഗ്ഷനും കൊടുക്കുക. കോൾ ബാക്ക് ഫംഗ്ഷന്റെ ഉള്ളിൽ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ റൺ ചെയ്യുന്നുണ്ടെന്ന് പ്രിന്റ് ചെയ്യാണ്. അത് നമ്മൾ അവിടെ ടെംപ്ലേറ്റ് ലിറ്ററൽ ഉപയോഗിച്ച് ബാക്ടിക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ടെക്സ്റ്റ് കൊടുത്തു. ആ ടെക്സ്റ്റിന്റെ ഉള്ളിൽ തന്നെ വേരിയബിൾ പ്ലസ് ഒന്നും ഇടാതെ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ബാക്ടിക്സ് ഉപയോഗിച്ചിട്ട് അതിൽ ഡോളർ കേളി ബ്രേസ്, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ആ വേരിയബിൾ എടുത്തു. അപ്പൊ എന്ത് ചെയ്യും? ഇതൊരു സ്ട്രിങ്, മൊത്തം ഒരു സ്ട്രിങ് ആയിട്ട് മാറും. ആ വേരിയബിളിന്റെ പോർട്ടിന്റെ വാല്യൂ കൂടെ ഒരു പ്രിന്റ് ആയിട്ട്. അപ്പൊ എന്ത് ചെയ്യും? വേരിയബിൾ 3000 അല്ല, 3000 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. അതേപോലെ ആ 3000-ലായിരിക്കും നമ്മൾ ആപ്പ് റൺ ചെയ്യാം. അപ്പൊ അത് സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് നമ്മൾ ടെർമിനലിൽ വന്നിട്ട് റൺ ചെയ്യണം. സാധാരണ ഒരു Node.js ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് നോഡ് എന്ന് പറഞ്ഞിട്ട് ഏതാണ് ഫയൽ, ആ ഫയലിന്റെ പേര് കൊടുക്കുക, app.js. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ആപ്പ് റൺ ആയിട്ടുണ്ട്. എക്സാമ്പിൾ ആപ്പ് ലിസണിങ് ഓൺ പോർട്ട് 3000 എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആപ്പ് ഉപയോഗിച്ച് നോക്കാം. നമ്മൾ ലോക്കലിൽ പോയിട്ട് ലോക്കൽ ഹോസ്റ്റ് 3000 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്ലാഷ്, അതായത് വേറെ നമ്മൾ പാത്തൊന്നും കൊടുത്തിട്ടില്ല, ബോട്ട് ഒന്നും അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ വെറും സ്ലാഷ് ആയതുകൊണ്ട് എന്തായി? അതിൽ ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു റൗട്ടിൽ എന്താണോ നമ്മൾ കൊടുത്തത് അതിവിടെ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഈ ഹലോ വേൾഡ് എന്നുള്ള ഞാൻ ചേഞ്ച് ചെയ്തിട്ട് ഹലോ അൻഷാദ് എന്നാക്കി. സേവ് ചെയ്തു, ബ്രൗസറിൽ പോയി റീഫ്രഷ് ചെയ്തിട്ടും വരുന്നില്ല. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചേഞ്ച് ചെയ്ത ഒരു കോഡ്, Node.jsൽ നിങ്ങൾ ആ കോഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആപ്പ് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി Ctrl+C എന്ന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നിങ്ങൾ നേരത്തെ കൊടുത്ത സ്റ്റാർട്ട് ചെയ്യാനുള്ള കമാൻഡ് നോഡ് app.js എന്ന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് പോയി റീഫ്രഷ് ചെയ്ത് നോക്കാം ബ്രൗസർ. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടാവും. ബ്രൗസർ റീഫ്രഷ് ചെയ്യണം, ആ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഒരു പ്രോജക്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതൊരു ഹെക്ടിക് പ്രോസസ് അല്ലേ, വീണ്ടും ഓരോ പ്രാവശ്യം ചേഞ്ച് ചെയ്യാൻ പോയി സ്റ്റോപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു നോഡ്മോൻ എന്ന് പറയുന്ന പാക്കേജ് ഉപയോഗിക്കാം. അപ്പൊ അതും കൂടെ ഇൻസ്റ്റാൾ ചെയ്യാം. npm-i. ഈ നോഡ്മോൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ടല്ല, അല്ലാതെ ഈ പ്രോജക്റ്റിൽ നമ്മൾ മെയിൻ ആയിട്ട് നോഡ്മോൻ യൂസ് ചെയ്യുന്നില്ല. നമ്മളൊരു റൺ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്നല്ല നോഡ്മോൻ. അതുകൊണ്ട് തന്നെ അതൊരു ഡെവലപ്മെന്റ് ഡിപ്പെൻഡൻസിയാണ്, അല്ല വെറും ഡിപ്പെൻഡൻസി അല്ല. അപ്പൊ അതുകൊണ്ട് നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വേറൊരു ഓപ്ഷൻ കൂടി കൊടുക്കാം, npm-i നോഡ്മോൻ -save dev ഇങ്ങനെ കൊടുക്കാം, -save-dev. അപ്പൊ ഇതൊരു ഡെവ് ഡിപ്പെൻഡൻസി ആണെന്നുള്ള മാർക്കാവും. നോഡ് MON മോണിറ്ററിങ്ങിന്റെ. അപ്പോ ഇൻസ്റ്റാൾ ചെയ്യാണ്. അപ്പൊ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പാക്കേജിൽ അത് ആഡ് ആയിട്ടുണ്ടാവും.
പാക്കേജിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ഡെവ് ഡിപ്പെൻഡൻസീസ് എന്ന് പറയുന്ന ഒരു സെക്ഷനിലായിരിക്കും അത് ഉണ്ടാവും, അല്ലാതെ എന്തിലല്ല, ഡിപ്പെൻഡൻസീസിലല്ല. കാരണം എന്താണ്, നമ്മൾ അതിന് സേവ് ഡെവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഡെവലപ്മെന്റിന്റെ ആവശ്യത്തിനാണ്, നമുക്കിത് റൺ ചെയ്യാനോ അതിനൊക്കെയാണ് വേണ്ടത്, അല്ലാതെ നമ്മളത് കോഡിൽ അത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാം, നോഡ്മോ എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിക്കാം. നോഡ്മോ വെറും, നിങ്ങൾക്ക് വെറും നോഡ്മോ എന്ന് തന്നെ കൊടുക്കാം. നിങ്ങളുടെ ഫോൾഡറിൽ ഇൻഡെക്സ് എന്ന് പറയുന്ന ഫയലാണ് ഉള്ളതെങ്കിൽ, നിങ്ങൾ സാധാരണ ഒരു ഫോൾഡറിൽ ഇൻഡെക്സ് ഫയലാണ് നോഡ്മോൻ എക്സ്പെക്ട് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് നോഡ്മോ എന്ന് മാത്രം കൊടുക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് നിങ്ങളെ ഫയൽ വേറെ ആപ്പ് ഡോട്ട് ജെ എസ് ആണ്, അപ്പൊ അതുകൊണ്ട് ആ ഫയലിന്റെ പേര് കൊടുക്കണം, ആപ്പ് ഡോട്ട് ജെ എസ്. അപ്പൊ എന്ത് ചെയ്യും, നോഡ്മാൻ ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പൊ എന്താണ് ചെയ്യുന്നത്, വാച്ചിങ് പാത്ത് എല്ലാ ഫയലിലും നോക്കിക്കൊണ്ടിരിക്കുക, വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എക്സ്റ്റൻഷൻ ജെ എസ്, എം ജെ എസ്, ജേസൺ ഒക്കെ. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്, ബിഹൈൻഡ് ദ സീൻ ഈ നോഡ്മോന് നമ്മൾ നേരത്തെ ചെയ്ത പരിപാടി തന്നെയാണ് ചെയ്യുന്നത്. നോഡ് ആപ്പ് ഡോട്ട് ജെ എസ് എന്ന് പറഞ്ഞ ആ ഒരു കമാൻഡ് തന്നെയാണ് നോഡ്മോനെ റൺ ചെയ്യുന്നത്. പക്ഷെ അവരെന്തും കൂടി ചെയ്യും, നമ്മൾ ഈ ഒരു 3 എക്സ്റ്റൻഷനിലെ ഫയലൊക്കെ നോക്കും. അതിൽ ഏതെങ്കിലും ഒരു ഫയൽ നമ്മൾ ആഡ് ചെയ്യോ ചേഞ്ച് ചെയ്യോ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, ഇവര് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമ്മൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നോക്കാം, നമുക്ക് കോഡിൽ പോയിട്ട് നമ്മൾ ആപ്പ് ഡോട്ട് ജെ എസ് ഫയലിൽ വരികയാണ്. ആപ്പ് ജെ എസ് ഫയൽ വന്നിട്ട് ഹലോ ഡൂഡ് നോക്കി സേവ് ചെയ്തു. ഞാൻ സേവ് ചെയ്തപ്പോൾ ഇവിടെ കാണാം റീസ്റ്റാർട്ടിങ് ഡ്യൂ ടു ചേഞ്ചസ്, സ്റ്റാർട്ടിങ് വീണ്ടും അത് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടും സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നുമില്ല. ബ്രൗസർ ജസ്റ്റ് റീഫ്രഷ് ചെയ്യാണ്. അപ്പൊ ഹലോ ഡ്യൂട്ട് എന്നുള്ളത് ഇവിടെ കണ്ടു. അപ്പൊ ഇതാണ് നോഡ്മോ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളെ ലൈഫ് ഈസി ആക്കാൻ വേണ്ടിയിട്ട്, ഡെവലപ്മെന്റിന്റെ പ്രോസസ്സ് സ്പീഡ് ആക്കാൻ വേണ്ടിയിട്ടും ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ടൂൾസ് ഉണ്ടോ അതൊക്കെ നമ്മൾ അഡാപ്റ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ്, നോർമലി നോഡ് എന്നുള്ള കമാൻഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരുപാട് സമയം നമുക്ക് നഷ്ടപ്പെടും ഡെവലപ്പ് ചെയ്യേണ്ടത്. 2 മണിക്കൂർ കൊണ്ട് ചെയ്ത് കൊടുക്കേണ്ട സാധനം നമ്മൾ 4 മണിക്കൂറോ 5 മണിക്കൂറോ എടുക്കും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ടൂൾസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ മുമ്പ് പഠിച്ചതാണ് നമുക്ക് കസ്റ്റം സ്ക്രിപ്റ്റ് പാക്കേജസിൽ ആഡ് ചെയ്യുന്ന ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ നോഡ്മോ എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കുന്നതിന് പകരം npm റൺ സ്റ്റാർട്ട് എന്നോ ഡെവ് എന്നൊക്കെ കൊടുക്കുമ്പോഴുള്ള കമാൻഡ്സ് നമുക്ക് എഴുതാം. അതായത് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഒരു പ്രൊഡക്ഷനിൽ നമ്മൾ, അതായത് ഡെവലപ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് പ്രൊഡക്ഷനിൽ റൺ ചെയ്യില്ലേ, അതായത് അപ്പം നമുക്ക് റൺ ചെയ്യാനുള്ള കമാൻഡ് ആയിട്ട് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പൊ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സെഷൻ ഹാൻഡിൽ വന്നിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ആ ടെസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്യാണ്. എന്നിട്ട് അവിടെ സ്റ്റാർട്ട് എന്നാക്കി. സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പ്രൊജക്ട് റൺ ചെയ്യേണ്ടത് എങ്ങനെയാണ്, നോഡ് ഡോട്ട് ജെ എസ് അല്ലെ, അതല്ല കമാൻഡ്. അപ്പൊ നമ്മൾ npm റൺ സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട്. അപ്പൊ ഈ സ്ക്രിപ്റ്റിന്റെ വാല്യൂ എന്താണ്, ഇതായിരിക്കും ബിഹൈൻഡ് ദ സീൻ എക്സിക്യൂട്ട് ആവുക. സ്റ്റാർട്ട് എന്ന് വെച്ചാൽ പ്രൊഡക്ഷനിലൊക്കെ നമ്മൾ ആപ്പ് റൺ ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ ഒരു കമാൻഡ് കൊടുക്കുക. നമ്മൾ ഡെവലപ്മെന്റ് ചെയ്യുമ്പോൾ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഡെവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമാൻഡ് കൂടെ ഉണ്ടാക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കേണ്ടത്, നമ്മൾ അത് കൊടുക്കുമ്പോൾ നോഡ്മോൻ ആപ്പ് ഡോട്ട് ജെ എസ് അതായിരിക്കണം എക്സിക്യൂട്ട് ആവേണ്ടത്. അങ്ങനെ കൊടുത്തു. ഇനി നമ്മൾ കോഡിൽ വന്നിട്ട് ടെർമിനലിൽ വന്നിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്യാണ്. സ്റ്റോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, npm സ്പേസ് റൺ സ്പേസ് നമ്മളെ സ്ക്രിപ്റ്റിന്റെ പേര് എന്താണോ ആ സ്ക്രിപ്റ്റ് ആണ് കൊടുക്കുന്നത്, ഡെവ്. ഡെവ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, അത് എന്താണ് റൺ ചെയ്യുക, നോഡ്മോൻ കണ്ടല്ലേ, നോഡ്മോൻ ആപ്പ് ഡോട്ട് ജെ എസ് എന്ന് പറഞ്ഞ കമാൻഡ് ആണ് നമ്മൾ അതിന്റെ വാല്യൂ ആയിട്ട് കൊടുത്ത് അത് റൺ ചെയ്യും. അപ്പൊ ഇത് നമ്മൾ കസ്റ്റം സ്ക്രിപ്റ്റ് ആയി. നോഡ്മോൻ എന്ന് പറയുന്ന പേര് നമ്മൾ ഉപയോഗിക്കണ്ട, നോഡ് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ കസ്റ്റമായിട്ട് വേറെ പാക്കേജിന്റെ നെയിം ഡയറക്റ്റ് കൊടുക്കാതെ നോഡ് അല്ലെങ്കിൽ npm എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് പ്രോജക്റ്റ് റൺ ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്. അപ്പൊ അതും കൂടെ ചെയ്യാം. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കോഡിലേക്ക് കടക്കാം. ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ച ഫയൽസ് ഒക്കെ ഒന്ന് ക്ലോസ് ചെയ്യാണ്. ഇവിടെ അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള വെബ് സെർവർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. അങ്ങനെ ഇത്രയേ ഉള്ളൂ കോഡ്. ഒരു നോഡ് ജെഎസ് ആപ്ലിക്കേഷൻ എക്സ്പ്രസ് ജെഎസിന്റെ ഒരു വെബ് സെർവർ ക്രിയേറ്റ് ചെയ്യാൻ സിമ്പിൾ ഇത്രയാണ്. അതിന് ഇതാണ് ഒരു ഗെറ്റ് റിക്വസ്റ്റിന്റെ കോഡ് നമ്മൾ കൊടുത്തത്. അതിന്റെ റെസ്പോൺസ് ഡോട്ട് സെൻഡ് ഉണ്ട്. ഇവിടെ റെസ്പോൺസ് നിങ്ങൾ സെൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഇവിടെ നിങ്ങൾ ജസ്റ്റ് വേറെ കൺസോളോ എന്തെങ്കിലാണ് കൊടുത്തെന്ന് വിചാരിക്കുക, ഞാൻ സേവ് ചെയ്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ആപ്പ് എടുത്തിട്ട് കണ്ടിന്യൂസ്ലി ആയിട്ട് അത് റൺ ചെയ്തുകൊണ്ടിരിക്കുക, അതായത് ഉണ്ടല്ലേ, ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്റ്റോപ്പ് ആവുന്നില്ല, അത് അതിനൊരു പ്രോപ്പർ ആയിട്ട് റെസ്പോൺസ് ഒന്നും വന്നില്ല, റീഡയറക്റ്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ, റെസ്പോൺസ് ഒന്നും വരുന്നില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എന്ത് ഉപയോഗിക്കുന്നുണ്ടാവില്ല, നിങ്ങൾ റെസ്പോൺസ് സെൻഡ് ചെയ്യുന്നുണ്ടാവില്ല.
ആ റെസ്പോൺസിലേക്ക് സെൻഡ് ചെയ്യോ അല്ലെങ്കിൽ വേറെ കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്, അത് നമുക്ക് വഴിയെ കാണാം. അങ്ങനെയുള്ള ഫങ്ഷൻസ് ഒന്നും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ആ ഒരു കിട്ടും. നിങ്ങൾ ഈ ഒരു കോൾ ബാക്ക് ഹാൻഡിൽ ചെയ്തു, എന്താണ് യൂസർ ഗെറ്റ് സ്ലാഷ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താണ് സംഭവിക്കാനുള്ള ഫംഗ്ഷൻ നിങ്ങൾ എഴുതി, പക്ഷെ ആ ഫംഗ്ഷന്റെ ഉള്ളിൽ എന്താണെന്നൊന്നും പറയുന്നില്ല, മിണ്ടാതിരിക്കുകയാണ്, നിങ്ങൾ കോഡൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, നിങ്ങൾ ആ പേജ് എടുക്കുമ്പോൾ അത് റൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും, ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും, ഒന്നും വരില്ല. കാരണം എന്താ, നിങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം.